ഫ്രണ്ട്സ്, എളുപ്പത്തിൽ എങ്ങനെ ഒരു ബീഫ് കറി രുചികരമായി തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ബീഫ് കറി ഉണ്ടാക്കുന്നതിനായിട്ട് 1 കിലോ ബീഫ് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അടുത്തതായിട്ട് വീട്ടിൽ പൊടിച്ചെടുത്ത ഹോം മെയ്ഡ് ഗരം മസാല 1 ടീസ്പൂൺ. ഹോം മെയ്ഡ് ഗരം മസാല ഇല്ലെങ്കിൽ പകരം 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്താലും മതിയാകും. അതോടൊപ്പം തന്നെ 6 വെളുത്തുള്ളി അല്ലി ചതച്ചത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുക. ഇത് കറിയായത് കൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്, അല്ലെങ്കിൽ ബീഫ് വേവിക്കാൻ വെള്ളം ആവശ്യമില്ല. ഉപ്പ് 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ. നാരങ്ങ നീര് 1 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി പ്രഷർ കുക്കർ അടച്ച ശേഷം സ്റ്റൗവിൽ വെച്ച് തീ ഓൺ ചെയ്യുക. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 3-4 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും വെക്കുക. ബീഫിൻ്റെ വേവ് വിസിലുകളുടെ എണ്ണം വെച്ചിട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫ് അല്ലെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ ബ്രാൻഡ്, വലിപ്പം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ബീഫ് വേവുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാം. അതിനായിട്ടൊരു പാനിലോ കടായിലോ 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്, 6 വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് 5 സെക്കൻഡ് നേരം വളരെ പെട്ടെന്നൊന്ന് ഇളക്കുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, ഏകദേശം 25 ഉള്ളിയോളം ഉണ്ട്, ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഉപ്പ് 1 ടീസ്പൂൺ. നേരത്തെ ബീഫ് വേവിക്കാൻ നേരത്ത് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇപ്പോൾ 1 ടീസ്പൂൺ ടോട്ടൽ 2.5 ടീസ്പൂൺ ഉപ്പാണ് ഈ കറിക്ക് ആവശ്യം. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വച്ച ശേഷം മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ,
ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മസാലപ്പൊടിയുടെ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് 1/2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഏറെ ചേർക്കുക. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് അടച്ചു വെച്ച് 3 മിനിറ്റ് ശേഷം വേവിക്കുക. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്ന് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. നല്ല രുചികരമായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you for watching.